നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കർണാടക RTC. ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയാൽ തളങ്കരക്കാരുടെ മേൽവിലാസം മാറും. നഷ്ടക്കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. കോഴിയിറച്ചിക്ക് വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 180 രൂപയായി വില. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നെന്നും എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ. ദേശീയ അധ്യാപക പരിഷത്ത് NTU 47-ാം സംസ്ഥാന സമ്മേളനം 22, 23, 24 തീയതികളിലായി കാസർഗോട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കുമ്പള ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കർണാടക RTC. ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാതയിൽ പുതുതായി ആരംഭിച്ച ടോൾ പിരിവിന്റെ ഭാരം യാത്രക്കാരിൽ അടിച്ചേൽപ്പിച്ച് കർണാടക RTC നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചു. ടോൾ പ്ലാസ വഴി കടന്നുപോകുന്ന കർണാടക RTC ബസ്സുകളിൽ ടിക്കറ്റ് നിരക്കിനൊപ്പം ടോൾ യൂസർ ഫീ എന്ന പേരിൽ അധിക തുക ഈടാക്കിയാണ് യാത്രക്കാരിൽ അമിത സാമ്പത്തിക ഭാരം ചുമത്തിയിരിക്കുന്നത്. നയബസാർ ചൌക്കി റൂട്ടിൽ സർവീസ് നടത്തുന്ന കർണാടക RTC ബസ്സുകളിൽ ജനുവരി 20 മുതൽ 7 രൂപയാണ് അധികമായി ഈടാക്കുന്നത്. നേരത്തെ 25 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 32 രൂപയായി ഉയർന്നു. യാത്രക്കാർക്ക് നൽകുന്ന ടിക്കറ്റിൽ 25 രൂപ യാത്രാക്കൂലിയായും 7 രൂപ ടോൾ നിരക്കായും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന കേരള RTC ബസ്സുകൾ പഴയ നിരക്കായ 25 രൂപ തന്നെയാണ് ഇപ്പോഴും ഈടാക്കുന്നത്. ഒരേ റൂട്ടിൽ 2 നിരക്ക് ഈടാക്കുന്നത് യാത്രക്കാർക്കിടയിൽ ആശയക്കുഴപ്പത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കുമ്പള ആരിക്കാടിയിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കർണാടക RTCയുടെ നടപടി അനീതിയാണെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തി. വിഷയത്തിൽ കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കർണാടക അധികൃതരുമായി ചർച്ച നടത്തി അന്യായമായ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ കർണാടക KSRTC ടോളിൻ്റെ അധിക ബാധ്യത ഇവിടുത്തെ ബസ് യാത്രക്കാർക്ക് നികുതി ചുമത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ ടോളുമായി ബന്ധപ്പെട്ട് പൊതുവാഹനങ്ങളിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ടോൾ ബാധകമല്ല എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ടോളിൻ്റെ ബാധ്യത കർണാടക KSRTC ഓരോ യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നേരത്തെ 25 രൂപ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ 7 രൂപ ടോൾ നിരക്കും കൂടി ചേർത്തുകൊണ്ട് 32 രൂപയാണ് കഴിഞ്ഞ ദിവസം മുതൽ കർണാടക KSRTC ഈടാക്കുന്നത്. ഇത് കടുത്ത അനീതി മാത്രമല്ല, ജനദ്രോഹപരമാണ്. ഒരു സാധാരണക്കാരനായ ഒരാൾ തങ്ങളുടെ പൊതുവാഹനം ഉപയോഗിക്കുന്നത് ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ യാത്രയ്ക്ക് വേണ്ടിയാണ് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ആ പൊതുവാഹനം ടോളിൻ്റെ ബാധ്യത മുഴുവനും ഇവിടുത്തെ സാധാരണക്കാരായ യാത്രക്കാർക്ക് അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അന്യായമാണ്. ഈ അന്യായത്തിനെതിരെ അതിശക്തമായ രൂപത്തിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. കാരണം ഇത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്, എവിടെയുമില്ല. ഒരു ബസ്സിൽ യാത്ര പോകുന്ന മുഴുവൻ ആളുകൾക്കും ആ ബസ്സിൽ കൊടുക്കേണ്ട ടോളിൻ്റെ നികുതി ഭാരം മൊത്തം ആ സാധാരണക്കാരായ ഓരോ യാത്രക്കാരനും ചുമത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇത് വളരെ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു പോയെന്നൊക്കെ ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ജനതയോട് കാണിക്കുന്ന വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം യൂത്ത് ലീഗ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഗതാഗത വകുപ്പ് മന്ത്രി മറ്റു ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഇന്നലെ തന്നെ നിവേദനം കൊടുത്തു കഴിഞ്ഞു. സർക്കാർ
ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളെ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഈ ബസ്സുകൾ മുഴുവനും കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ആരിക്കാടിയിലെ ടോൾ പ്ലാസ അടുത്ത് സർവീസ് റോഡില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ ദേശീയപാതയുടെ പ്രധാന റോഡിലേക്ക് കടന്നു പോകേണ്ടി വരുന്നത്. സർവീസ് റോഡിൽ മാത്രം കടന്നു പോകുന്ന ഈ ബസ്സുകൾക്ക് എന്തിനാണ് സർക്കാർ ടോൾ നികുതി ചുമത്തുന്നത്? അപ്പോൾ ദേശീയപാത അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ബസ്സുകളോട് ടോൾ വാങ്ങാൻ പാടില്ല. ബസ്സാണെങ്കിൽ അതിൻ്റെ ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരെ യാത്രക്കാർക്ക് ചുമത്താൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ സാധാരണക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ അധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സമര പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ്. തീർച്ചയായും ഇതിനെതിരെയുള്ള സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ശക്തമായ സമരപരിപാടിയുമായി മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സകല സംഘടനകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരുടെ പ്രയാസം കണക്കിലെടുത്ത് ഈ കൊള്ള അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും MA നജീബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയാൽ തളങ്കരക്കാരുടെ മേൽവിലാസം മാറും. പ്രവാസികൾ ഏറെയുള്ള പ്രദേശമായതിനാൽ പാസ്പോർട്ട് അടക്കം പ്രധാന രേഖകളിൽ മാറ്റം വരുത്തുന്നതിനായി നെട്ടോട്ടമോടേണ്ടിവരും. ഇത്തരത്തിൽ വലിയ ദുരിതം നൽകുമെന്നതിനാൽ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള ഉത്തരവിനെതിരെ ഒരു നാടൊന്നാകെ പ്രക്ഷോഭ രംഗത്താണ്. നഷ്ടക്കച്ചവടത്തിന്റെ പേരു പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്നാണ് പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. 1955 തളങ്കര കടവത്ത് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അന്നു മുതൽ തളങ്കര പ്രദേശവാസികളുടെ പ്രധാന ആശയവിനിമയ മാർഗമായി നിലകൊണ്ട ഈ പോസ്റ്റ് ഓഫീസ് നാടിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. ഇന്നും പലരും പോസ്റ്റ് ഓഫീസിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിലാണ് എക്കണോമിയുടെ പേര് പറഞ്ഞ് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ലയിപ്പിക്കുവാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ഒന്നാം ഘട്ട പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. നാട്ടുകാരുടെ മേൽവിലാസം മാറുകയും പ്രവാസികൾ ഏറെയുള്ള പ്രദേശമായതിനാൽ പാസ്പോർട്ടടക്കം പ്രധാന രേഖകളിൽ മാറ്റം വരുത്തുന്നതിനുമായി നെട്ടോട്ടമോടേണ്ടി വരുമെന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളെയാണ് തളങ്കരക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസിയും കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനുമായ KM ഹനീഫ് പറഞ്ഞു. ഞങ്ങൾ തളങ്കര നിവാസികൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ മഹാസമരം ഇവിടെ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തുകയുണ്ടായി. അത് എന്തെന്നാൽ ഞങ്ങൾ കഴിഞ്ഞ 70 വർഷമായി തളങ്കരയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. 1955 സ്ഥാപിതമായ പോസ്റ്റ് ഓഫീസ് ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നിർത്തുമെന്ന് പറഞ്ഞുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു സമരസമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രാരംഭ നടപടിയായി 24 മണിക്കൂർ രാപ്പകൽ സമരം കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുകയുണ്ടായി. ഈ പോസ്റ്റ് ഓഫീസ് നിർത്തുക എന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. വളരെ കാലമായി ഞങ്ങൾക്ക് കത്തുകൾ വന്നുകൊണ്ടിരുന്നത് 671122 എന്ന ഒരു പിൻകോഡിലായിരുന്നു. ഇത് നിർത്തലാക്കിയാൽ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ മാറുകയാണ്. അഡ്രസ്സ് മാറിയാൽ ഞങ്ങളുടെ പാസ്പോർട്ട് മാറും, നമ്മുടെ പാൻ കാർഡ് മാറും, നമ്മുടെ എല്ലാ രേഖകളും മാറും. ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇത് എക്കണോമിക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇതൊരു സേവന വിഭാഗമാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. നഷ്ടക്കച്ചവടത്തിന്റെ പേര് പറഞ്ഞാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാൻ നീക്കം നടത്തുന്നതെന്നും എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവന വിഭാഗമാണെന്നും ഇത് എക്കണോമിയുടെ പേരിൽ അടച്ചുപൂട്ടുന്നത് പ്രതിഷേധാർഹമാണെന്നും എഴുത്തുകാരനും പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി വൈസ് ചെയർമാനുമായ TA ഷാഫി പറഞ്ഞു. തളങ്കരയിൽ 1955 സബ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. പ്രവാസികൾ ഒരുപാടുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു
തളങ്കര പോസ്റ്റ് ഓഫീസ്. അതിനെ ഇന്നും ജനങ്ങൾ പ്രയോജനകരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അടുത്ത മാസം 9-ന്, ഫെബ്രുവരി 9-ന് ഈ പോസ്റ്റ് ഓഫീസ് നഷ്ടക്കച്ചവടം എന്ന പേരിൽ പൂട്ടിയിടാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ തളങ്കരയിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം അലിയടിക്കുന്നുണ്ട്. ഈ നഷ്ടം എന്ന് പറഞ്ഞ് പൂട്ടിയിടാൻ ഇത് സൂപ്പർ മാർക്കറ്റൊന്നും അല്ലല്ലോ. പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു സർക്കാർ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് 1955 മുതൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നിർത്തലാക്കാൻ പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അവിടുത്തെ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കും, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പല ആവശ്യങ്ങൾക്കും ഈ പോസ്റ്റ് ഓഫീസിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഈ പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏത് ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏതായാലും നാട് ഒന്നടങ്കം ശക്തമായിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാപ്പകൽ സമരം രാവിലെ മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ വരെ രാപ്പകൽ സമരം തുടരും. ജനപ്രതിനിധികളടക്കം നാട്ടുകാർ ഒന്നടങ്കം പിന്തുണ ഈ സമരത്തിനുണ്ട്. പോസ്റ്റ് ഓഫീസ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തിയതിന് പിന്നാലെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. തളങ്കര പ്രദേശത്തിൻ്റെ പ്രധാന ആശയവിനിമയ ഉപാധികളിലൊന്നാണ് ഈ പോസ്റ്റ് ഓഫീസ്. എക്കണോമിയുടെ പേര് പറഞ്ഞു ഈ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള ഉത്തരവിറങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. സേവന വിഭാഗമായ പോസ്റ്റ് ഓഫീസ് എക്കണോമിയുടെ പേരിൽ ഒഴിവാക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി സ്വദേശികളാണ് അറസ്റ്റിലായത്. പുത്തൂരിൽ 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി ചാർമാടിയിലെ പി റഫീഖ്, അബ്ദുൾ സാദിഖ് എന്നിവരെയാണ് പുത്തൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വാഹനങ്ങളിലായി കടത്തുകയായിരുന്ന കഞ്ചാവുമായാണ് ഇവർ പിടിയിലായത്. വാഹനത്തിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പടുവണ്ണൂർ സജൻകടിയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ റഫീഖ് ഓടിച്ചിരുന്ന കാറിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് കവറിൽ നിറച്ച 100 ഗ്രാം ഭാരമുള്ള കഞ്ചാവിലകൾ, പൂക്കൾ, വിത്തുകൾ എന്നിവ കണ്ടെത്തിയത്. സാദിഖ് സഞ്ചരിച്ചിരുന്ന ചരക്ക് വാഹനം പരിശോധിച്ചപ്പോൾ 106 കിലോയും 60 ഗ്രാമും ഭാരമുള്ള 73 കെട്ടുകൾ കഞ്ചാവ് കണ്ടെടുത്തു. പിടിച്ചെടുത്ത കഞ്ചാവിന് 53 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലയ്ക്ക് പുറമെ കേരളത്തിലേക്കും വിൽപ്പനയ്ക്കായി കഞ്ചാവ് കടത്തുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കഞ്ചാവ് കടത്തിനായി ഉപയോഗിച്ച 2 വാഹനങ്ങളും 2 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, പുത്തൂർ. കോഴിയിറച്ചിക്ക് വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 180 രൂപയായി വില. സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ ഉയരുന്നു. നിലവിൽ കിലോയ്ക്ക് 180 രൂപയാണ് വില. ഹോട്ടൽ നടത്തിപ്പുകാരെയാണ് ഇത് ഏറെ ബാധിക്കുന്നത്. ഇതോടെ ബിരിയാണി, അൽഫാം ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കൂട്ടേണ്ട അവസ്ഥയാണ്. കോഴി വളർത്തലിന് സബ്സിഡി ഇല്ലാത്തത് ഫാം നടത്തിപ്പുകാരെയും പ്രതിസന്ധിയിലാക്കുന്നു. ഫാമുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഷെഡുകൾക്ക് പോലും വലിയ വീടുകളുടെ നികുതി ഈടാക്കുന്നതായും പരാതിയുണ്ട്. ഇതിനു പുറമെ കോഴിത്തീറ്റ വാങ്ങുന്നതിനും സബ്സിഡി ലഭിക്കുന്നില്ല. തമിഴ്നാട്ടിലെ കോഴി ഫാമുകളിലെ സമരമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് കേരളത്തിലേക്കുള്ള കോഴിയുടെ വരവിനെ ബാധിച്ചു. കർണാടകയിൽ നിന്ന് കോഴികൾ വരുന്നുണ്ടെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പ്രതിസന്ധി മുതലെടുത്ത് ഇവർ വലിയ വില ഈടാക്കുന്നതായാണ് പരാതി. 180 രൂപയ്ക്ക് കോഴിയിറച്ചി വാങ്ങി 170 രൂപയ്ക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി നൽകാൻ കഴിയുമെന്നാണ് ഹോട്ടൽ ഉടമകൾ ചോദിക്കുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ വേളയിലാണ് ബിരിയാണിയുടെ വില വർദ്ധിപ്പിച്ചത്. ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു. എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായ വിഷയങ്ങളെ ചിലരുടെ പ്രസ്താവനകൾ കൊണ്ട് വഴിതിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ആരുടെയെങ്കിലും പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതായത് SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന്
അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. അല്ല, ഈ പ്രതിപക്ഷ നേതാവിനെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയും എന്നുള്ള വലിയ ദൗത്യത്തില് ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ്ണക്കേസിന്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ. ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് ഞാൻ കോൺഗ്രസിന്റെ UDF-ന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെയും UDF-ന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ദേശീയ അധ്യാപക പരിഷത്ത് NTU 47-ാം സംസ്ഥാന സമ്മേളനം 22, 23, 24 തീയതികളിലായി കാസർഗോട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം 5 മണിക്ക് NTU ജില്ലാ കാര്യാലയത്തിൽ വച്ച് നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തിൽ RSS കണ്ണൂർ വിഭാഗ് സഹകാര്യവാഹ് ലോകേഷ് ജോഡ്കൽ യോഗം ഉദ്ഘാടനം ചെയ്യും. 23-ന് കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കുന്ന സമന്വയ സഭ RSS ഉത്തരഭ്രാന്ത ഭൗതിക് ശിക്ഷൻ പ്രമുഖ് M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 24-ന് KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗർ ടൗൺ ഹാളിൽ രാവിലെ 9:30-ന് സോപാന സംഗീതവും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ അധ്യാപക മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 42ഓളം അംഗീകൃത അധ്യാപക സംഘടനകൾ. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന 4ഓളം സംഘടനകൾ വേറെയുണ്ട്. ഈ 42 അംഗീകൃത അധ്യാപക സംഘടനകൾക്കും 4 അംഗീകാരമില്ലാത്ത അധ്യാപക സംഘടനകളെ സംബന്ധിച്ചും ഈ ഒരു വർഷം ഏറെ പ്രസക്തമായ ഒരു വർഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2025 സെപ്റ്റംബർ 1-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ടെറ്റ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ 2 വർഷം കൊണ്ട് സ്വയമേവ വിരമിക്കണമെന്നും വിരമിക്കാൻ 5 വർഷം മാത്രം ബാക്കിയുള്ള ആളുകൾക്ക് സർവീസിൽ തുടരാമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ 1,20,000 വരുന്ന അധ്യാപക സമൂഹത്തിൽ 60,000 ആളുകളുടെ ജോലി സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അധ്യാപക ലോകം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക പരിഷത്തിന്റെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന് അധ്യാപക ലോകത്ത് ഏറെ പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും പാഠപുസ്തക സമിതിയുടെ പരിഷ്കരണങ്ങൾ 1 മുതൽ 10 വരെ പൂർത്തിയായി കഴിഞ്ഞു. പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ +1, +2 കരിക്കുലത്തിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാഠ്യ പദ്ധതി സമീപന രേഖ പുറത്തിറക്കി പാഠപുസ്തകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു നാട്ടില് വലിയ തോതിൽ വിദ്യാഭ്യാസ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർക്കൊപ്പം പൊതുജനത്തിനും ഏറെ പ്രാധാന്യമുള്ള ഒരു വിദ്യാഭ്യാസ കാര്യക്രമത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ ഹരീഷ് ചന്ദ്ര നായക്, വർക്കിംഗ് ചെയർമാൻ P. രമേശ്, ജനറൽ കൺവീനർ T. കൃഷ്ണൻ, NTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പ്രഭാകരൻ നായർ, മീഡിയ പബ്ലിസിറ്റി കൺവീനർ M. രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി കാസർഗോഡൻ കാഴ്ചകൾ.
ഇന്നത്തെ കാസർഗോഡൻ കാഴ്ചയിൽ ഒരു സായാഹ്ന ദൃശ്യത്തിന്റെ മനോഹരമായ കാഴ്ചയാണ്. നമ്മളിൽ പലരും രാവിലെയോ വൈകിട്ടോ അമ്പലങ്ങളിൽ പോകുന്നവരാണ്. സൂര്യോദയത്തിന്റെ സമയവും അസ്തമയ സമയങ്ങളിലും നമ്മുടെ ക്ഷേത്രങ്ങളും പരിസരവും കൂടുതൽ ഭംഗിയാകും കാണാൻ. മധുർ ക്ഷേത്രത്തിന്റെ അത്തരമൊരു സായാഹ്ന കാഴ്ച പ്രവീൺ ധർമ്മശാല പകർത്തിയ ദൃശ്യങ്ങൾ. നയിച്ചേതന 4.0 ജില്ലാതല ക്യൂസ് മത്സരം ആവേശമായി. കാസർഗോഡ് DPC ഹാളിൽ നടന്ന പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. ലിംഗവിവേചനത്തിനെതിരായ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷനും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും സംയുക്തമായി സംഘടിപ്പിച്ച നയിച്ചേതന 4.0 ജില്ലാതല ക്യൂസ് മത്സരം ആവേശമായി. കാസർഗോഡ് DPC ഹാളിൽ നടന്ന പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനും തുല്യനീതി ഉറപ്പാക്കുന്നതിനും വിപുലമായ ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് രതീഷ് പിലിക്കോട് പറഞ്ഞു. അതും ചോദ്യമായിട്ട് വരുന്നതറിയാം. ഈ കുടുംബശ്രീ സംവിധാനം ആരംഭിച്ചത് ഏത് പഞ്ചായത്ത് മന്ത്രിയുടെ കാലത്താണ്? അല്ല, മന്ത്രിയുടെ പേര് പാലടി മുഹമ്മദ്. ഞാൻ BA ഒറ്റപ്പാലത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ അടുത്താണ് ഇവരുടെ വീട്. ഞാൻ ഇവിടെ പോയി. ആ സമയത്ത് അദ്ദേഹം ഭയങ്കര എനർജറ്റിക്കാണ്. ഇപ്പോഴും കേട്ടോ, ഒരു പച്ചയായ മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആശയവും ജീവിത പരിസരവുമാണ് പ്രിയപ്പെട്ടവരെ ഈ കുടുംബശ്രീ എന്ന സംവിധാനം വരാൻ വേണ്ടി. കുറെ ചോദ്യങ്ങൾ ഉണ്ടോയെന്ന് ഞാൻ നിർത്തുകയാണ്. ഒന്നുമില്ല, ഈ ജനകീയ ആശുപത്രി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ എന്ന ഈ സംവിധാനം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നവർ. ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള CDS പ്രതിനിധികൾ പങ്കെടുത്ത മത്സരത്തിൽ മഞ്ചേശ്വരം CDSലെ ടീമംഗങ്ങളായ KP പൂജാലക്ഷ്മി, KM സഫ്രീന എന്നിവർ ഒന്നാം സ്ഥാനവും, കുറ്റിക്കോൽ CDSലെ K സുദിന, സജിത PN, വലിയപറമ്പ CDSലെ രജിത C, ഖദീജ MC എന്നീ ടീമുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം നേടി. കുടുംബശ്രീ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താനാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ ക്യൂസ് മാസ്റ്ററായി മത്സരം നയിച്ചു. സ്ത്രീ ശാക്തീകരണം, നിയമപരമായ അവകാശങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ എന്നിവ ആസ്പദമാക്കി നടന്ന മത്സരം പങ്കെടുത്തവർക്കും കാണികൾക്കും ഒരുപോലെ അറിവ് പകരുന്നതായി. ജില്ലാ പ്രോഗ്രാം മാനേജർ S മനു, E ശോഭന, S ഹർഷിത, ബിനിമോൾ, TK രേഷ്മ, P രാജലക്ഷ്മി, K ശ്രീജില, യദുരാജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സ്നേഹിത പ്രവർത്തകർ, കുടുംബശ്രീ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിജയികൾക്ക് ചടങ്ങിൽ വച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേട്ടറ്റ് നേടാത്ത അധ്യാപകരൊക്കെ രണ്ടാംകിട പൗരന്മാരാണെന്ന പ്രഖ്യാപനമാണ് പുതുവർഷത്തിൽ അധ്യാപകരെ വരവേറ്റതെന്ന് KPSTS സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് അഭിപ്രായപ്പെട്ടു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി കാലിക്കടവ് എരവലിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരിക്കുന്ന സർക്കാർ അധ്യാപകരെ ഏതുതരത്തിൽ പേടിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണെന്നും അധ്യാപകർക്കുള്ള ഭീതി അകറ്റാൻ തൊഴിലാളി വർഗ സർക്കാരെന്ന് അവകാശപ്പെടുന്ന LDFന് ബാധ്യതയില്ലേ എന്നും അബ്ദുൾ മജീദ് ചോദിച്ചു.
സുപ്രീം കോടതി നൽകിയ ആനുകൂല്യം പോലും ഇല്ലാതാക്കാനാണ് കേരളത്തിൽ നീക്കം നടത്തിയത്. ഭരിക്കുന്ന സർക്കാർ ഏത് രീതിയിലൊക്കെ നമ്മളെ പേടിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ടെറ്റിന്റെ വിഷയത്തിൽ 2 ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു. ഒരാനുകൂല്യം വിരമിക്കാൻ 5 വർഷമുള്ളവർ ടെറ്റ് എഴുതണ്ട, അല്ല അങ്ങനല്ലേ? രണ്ടാമത്തെ ആനുകൂല്യം എന്താണ്? ഈ ടെറ്റ് പാസ്സാവാൻ 2 വർഷത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതിനേക്കാളും ഭീകരമായ രീതിയിൽ നമ്മുടെ സർക്കാർ 2026 നമുക്ക് തന്ന സമ്മാനം, 1-ാം തീയതി നമുക്ക് തന്ന സമ്മാനം വലിയ സമ്മാനമാണ് അല്ലേ? കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ സർക്കാർ നമുക്ക് തന്ന സമ്മാനം ഏതാണ്? നമ്മളെയൊക്കെ വലിയ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ടെറ്റ് വേണം, ബൈ ട്രാൻസ്ഫറിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ വേണം അല്ലേ? അങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ടെറ്റില്ലാത്ത അധ്യാപകരൊക്കെ ഒരു 2ാം തര പൗരന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവിറങ്ങി. KPSTയെ ശക്തമായി പ്രതികരിച്ചു, ശക്തമായി സമരവുമായി മുന്നോട്ട് പോയി. ആ ഉത്തരവിനെ തൽക്കാലം മരവിപ്പിച്ചു. പക്ഷെ തൽക്കാലം മരവിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അധ്യാപകരുടെ ഈ ഭീതി നമുക്ക് അകറ്റേണ്ടതുണ്ട്. അവരുടെ പ്രയാസം നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്ന ഉപജില്ലാ കമ്മിറ്റിയായി ചെറുവത്തൂർ. കാലിക്കടവ് എരവിലെ 4.5 സെന്റ് ഭൂമിയിൽ KPSTA ഭവൻ 1 വർഷം കൊണ്ടാണ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത്. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരള കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനുമായ MP ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ, കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് PT ബെന്നി, സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് T. മധുസൂദനൻ, ട്രഷറർ P. ശ്രീജ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ പ്രസിഡന്റ് KK സജിത്ത്, സെക്രട്ടറി കേശവൻ നമ്പൂതിരി, ചെറുവത്തൂർ ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. NGO അസോസിയേഷൻ നവജീവന യാത്രയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ ആനുകൂല്യ നിഷേധത്തിനെതിരെ സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ഡൗൺ സൈസിംഗ് സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി AP സുനിലും ഫെബ്രുവരി 2-ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന നവജീവന യാത്രയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കുള്ള വേതനം വർദ്ധിപ്പിച്ച് സർക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സർക്കാരിൻ്റെ തൊഴിലാളികളായ ജീവനക്കാരുടെ ആനുകൂല്യം നിഷേധിച്ച് ജീവനക്കാരെ അവഗണിക്കുകയാണെന്നും PK ഫൈസൽ ആരോപിച്ചു. ആനുകൂല്യ നിഷേധത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും NPS വാഗ്ദാന ലംഘനത്തിലൂടെയും സർക്കാർ സിവിൽ സർവീസിനെ തകർക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകൾക്ക് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ വിവിധ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് 630 രൂപ അവരുടെ വേതനമാക്കി. നാം ആലോചിക്കേണ്ട വിഷയം, ഇവിടെ പാവപ്പെട്ട ആശാ വർക്കർമാർ മാസങ്ങളോളം സമരം ചെയ്തു. അവരുടെ സമരം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തതായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സർക്കാർ, സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാർ എന്ന് പറയുന്നത് CPM പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ ക്രിമിനലുകൾക്ക് മാത്രം നിലകൊണ്ട് അവർക്ക് ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാരായി മാറി.
കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ, സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, DCC ജനറൽ സെക്രട്ടറി CJ ജെയിംസ്, കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുനൻ, KPSTA ജില്ലാ പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, KGOU നേതാവ് TM ഫിറോസ്, NGO അസോസിയേഷൻ നേതാക്കളായ സുരേഷ് പെരിയങ്ങാനം, ലോകേഷ് MP ആചാർ, അരുൺകുമാർ CK, വത്സലാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ, MB നിഗീഷ്, M മാധവൻ നമ്പ്യാർ, സുനിൽകുമാർ, ബ്രിജേഷ് പൈനി, സഞ്ജീവൻ അച്ചാന്തുരുത്തി, രഘു ഇരിയണ്ണി, ശ്രീനിമോൻ കാഞ്ഞങ്ങാട്, റിജിത്ത് UK, അശോകൻ കരുവാച്ചേരി, ഷഫീഖ് തൃക്കരിപ്പൂർ, രതീഷ് ബന്ദടുക, ഷജിൽ പിണറായി, രതി വയലപ്രം, ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി സ്വാഗതവും ജില്ലാ സെക്രട്ടറി VTP രാജേഷ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി മുഖ്യ രക്ഷാധികാരിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെയും ചെയർമാനായി DCC പ്രസിഡന്റ് PK ഫൈസലിനെയും ജനറൽ കൺവീനറായി NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശിയെയും കൺവീനർമാരായി ജില്ലാ സെക്രട്ടറി VTP രാജേഷിനെയും ജില്ലാ ട്രഷറർ VM രാജേഷിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളായി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. കേരള യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ കലോത്സവം അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ വിജയകരമായി പൂർത്തീകരിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത്. സർവകലാശാല കലോത്സവം ഈ പഴയതുപോലെയുള്ള വിദ്യാർത്ഥി പങ്കാളിത്തം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത്ര താല്പര്യത്തിൽ ആളുകൾ വരുന്നില്ല എന്നൊക്കെയുള്ള ചില ചർച്ചകൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല നേരത്തെ ഏത് മത്സരത്തിലും എല്ലാ കോളേജിൽ നിന്നും കുട്ടികൾ വരുന്ന കലോത്സവമായിരുന്നു. അപ്പം അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ, പങ്കാളിത്തമെല്ലാം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം സ്കൂൾ കലോത്സവം നടന്നില്ല. സ്കൂൾ കലോത്സവത്തിൻ്റെയൊക്കെ സംഘാടനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അധ്യാപകരും മുതിർന്ന ആളുകളുമാണ് ആ കലോത്സവം എല്ലാം സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശൻ T, ഡോക്ടർ മോഹനൻ, സെനറ്റ് അംഗം ആര്യ M ബാബു, സംഘാടക സമിതി കൺവീനർ K പ്രണവ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കവിതാ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ നന്ദജ് ബാബു അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെരഞ്ഞെടുപ്പ് തോറ്റ വെപ്രാളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് KC വേണുഗോപാൽ. ഉദുമയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് തോറ്റ വെപ്രാളത്തിൽ CPM വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും വെപ്രാളം മനസ്സിലാകുമെന്നും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജെൻസി കണക്ട് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അപമാനമല്ലേ കേരളത്തിന് ഇത്തരം? ഇങ്ങനെയാണോ കേരളത്തിൽ ജനങ്ങളെ കാണേണ്ടത്? വളരെ അപമാനകരമായ പ്രസ്താവനയല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന. അത് ഒരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ പൂജിക്കുക, താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി, സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമാണ് എല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചേരിതിരിലേക്ക് തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളിക്കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ്. തീക്കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല, ജനം വിഡ്ഢികളല്ല, ജനത്തിന് മനസ്സിലാവും. അവസാന ദിവസമാകുമ്പോൾ തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പം എല്ലാം തോറ്റുപോകുമെന്ന് മനസ്സിലാവുമ്പോൾ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഈ വെപ്രാളത്തിൽ നിന്നുണ്ടായത് ഇതെല്ലാം. ഇന്നിപ്പോൾ പറയും ഗവർണറുടെ പ്രസംഗം. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു. അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ.
ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്ത ആളല്ലേ ഒത്തുതീർപ്പിൽ? പാർട്ടി പോലും അറിയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യം ചെയ്ത സമരം പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും, ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങൾ സ്വീകരിക്കുക. എന്തൊരു ഐക്യമായിരുന്നു! മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ഭരണഘടനയ്ക്കെതിരായ പ്രസംഗത്തെ തുടർന്ന് ഒരാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഓർമ്മ വേണം. ഭരണഘടനാ ലംഘനം നടത്തിയതിനാൽ മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടെങ്കിൽ സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങണം. മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ സംഘടനകളെയും ബഹുമാനിക്കുന്നുവെന്നും അവരെ മാറ്റി നിർത്തി കേരളത്തിലൊരു സമൂഹമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തോട് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ല. സർക്കാരിനെതിരായ വിഷയങ്ങളെ മാറ്റിമറിക്കാൻ തയ്യാറാവില്ല. ആരുടെയെങ്കിലും പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ. KSU ജെൻസി കണക്ട് യാത്ര പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെൻസി വിഭാഗത്തിന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജെൻസി കണക്ട് യാത്ര കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് IT ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ജോലി സംരംഭങ്ങളെ നമ്മൾ നന്നാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇതിന് എന്ത് പോളിസിയാണ് യൂണിയൻ ഗവൺമെന്റിനുള്ളത്? ഇതിനെന്ത് പോളിസിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത്? ചിലരെല്ലാവരും പറയും, പ്രസംഗിക്കും. ഞാൻ റെഡ് മനസ്സിനെതിരായിട്ട് പ്രസംഗിക്കും. കേരളം ഏറ്റവും വലിയ റെഡ് മനസ്സിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റായി മാറി. വൈ? വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നിടത്ത് പരാജയപ്പെടുമ്പോഴാണ് അവർ ഇതിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, UDF ഇപ്രാവശ്യം എടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ബി ഫ്രാങ്ക് വിത്ത് യു. ജെൻസി വിഭാഗത്തിന്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്ന UDF സർക്കാരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു. കണ്ണൻ ഗോപിനാഥൻ ബ്രെയിൻ ഡ്രെയിൻ എന്ന വിഷയത്തിൽ സംസാരിച്ചു. എഴുത്തുകാരൻ ഷാരിസ് മുഹമ്മദും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷമാസ്, യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി തൗഫീഖ് രാജൻ, റഹ്മത്തുള്ള, പ്രവാസ് ഉണ്ണിയാടൻ, ജവാദ് പുത്തൂർ, നിതിൻ മണക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉലമ ഉമറ ബന്ധം പൈതൃക വഴികൾ വിസ്മരിക്കരുതെന്ന് അബ്ദുൾ റഹിമാൻ കല്ലായി. സുന്നി മഹൽ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത പ്രതിസന്ധികൾ നേരിടുമ്പോഴൊക്കെ സമസ്തയുടെ നേതൃനിരയിലുണ്ടായിരുന്ന മഹാപണ്ഡിത വര്യന്മാർ സദാത്യങ്ങളെയും ഉമറാക്കളെയും ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് സമസ്തയ്ക്ക് ഇന്ന് കാണുന്ന കെട്ടുറപ്പും നേട്ടവും ഉണ്ടായതെന്ന കാര്യം ആരും വിസ്മരിക്കരുതെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്നു എന്നത് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ അത്യുജ്വലമായൊരു അധ്യായമാണ്. ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ചിട്ടയൊത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായി SMFന്റെ നേതൃത്വത്തിലുള്ള മഹല്ല് സാരഥികളുടെ സംഘവും, ഞാനിപ്പോൾ പേര് പറയാതിരുന്നത് ബോധവുമാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ തന്നെ അവിടെയുള്ളത്. എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ കഴിയുന്നത് നേതൃസംഘമോ അല്ലെ? പക്ഷേ നേതൃസംഘമോ അപ്പോ നേതാക്കന്മാരെ ഇവിടെ കൂടുതൽ. ഞാനിവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു, കാഞ്ഞങ്ങാട്
ഞാൻ വളരെയേറെ ബന്ധമുള്ള ഒരു പ്രദേശമാണ്. വളരെ പഴയ കാലത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. അന്ന് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എൻ്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തത് കാഞ്ഞങ്ങാടാണ്. ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുന്ന് മറ്റു മേഖലകളിൽ പോയി പ്രസംഗിക്കാൻ. ഷംസുൽ ഉലമ അടക്കമുള്ള സമസ്തിയുടെ മഹാരഥന്മാർ പാണക്കാട് സദാത്യങ്ങൾക്ക് നൽകിയ ആദരവും സ്വീകാര്യതയും കേരള മുസ്ലിം ഉമ്മത്തിനെ സമസ്തിയുടെ പിന്നിൽ അണിനിരത്തിയതിന്റെ പ്രധാന ഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുന്നി മഹൽ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ SMF സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് A. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ പ്രാർത്ഥന നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി APP കുഞ്ഞാമത് ഹാജി തൃക്കരിപ്പൂർ ആമുഖം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി CT അബ്ദുൽ ഖാദർ ഹാജി തൃക്കരിപ്പൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന മസ്ലഹത്ത് സമിതി ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹാദിയ ദേശീയ പ്രസിഡന്റ് ഷർഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് വിഷയാവതരണം നടത്തി. അന്തരിച്ച സമസ്ത ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മൗലവിയുടെ അനുസ്മരണവും ദുആ മജ്ലിസും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തികൊണ്ട് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് കമ്മ്യൂണിറ്റി സെന്റർ സംസ്ഥാന ജനറൽ കൺവീനർ CM ഖാദർ ഹാജി ചെർക്കള, ബഷീർ വെള്ളിക്കോത്ത്, താജുദ്ദീൻ ചെമ്പരിക്ക, C കുഞ്ഞാമത് ഹാജി പാലക്കി, TCA റഹ്മാൻ, അസീസ് മരിക്ക, അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി, KK അബ്ദുള്ള ഹാജി അതിഞ്ഞാൽ, MK റഷീദ് ആഴങ്ങാടി, EM കുട്ടി ഹാജി നീലേശ്വരം, CH മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര, PK അബ്ദുൽ ഖാദർ ചീമേനി എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ A. ഹമീദ് ഹാജി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കർണാടക RTC. ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയാൽ തളങ്കരക്കാരുടെ മേൽവിലാസം മാറും. നഷ്ടക്കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. കോഴിയിറച്ചിക്ക് വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 180 രൂപയായി വില. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നെന്നും എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ. ദേശീയ അധ്യാപക പരിഷത്ത് NTU 47-ാം സംസ്ഥാന സമ്മേളനം 22, 23, 24 തീയതികളിലായി കാസർഗോട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.